എടാ ഉവേ ബേബിയേ. അല്ലേ ഇതാര്? കുഞ്ഞേർക്കൻ ഉപ്പാപ്പനോ? എന്താ കാലത്തെ? ഓ നമുക്ക് എന്തുവാടാവേ. ആ ഇയാൾ വന്നെന്നറിഞ്ഞ്. ഇയാൾ പിന്നെ അങ്ങോട്ടൊന്നും വരത്തില്ലല്ലോ. ആ നമ്മൾ വിലമാടത്തിൽ കിടക്കുന്നോണ്ടായിരിക്കും. ഇന്നലെ വന്നേ ഉപ്പാപ്പ. പിന്നെ വേണ്ടേ ഇപ്പം കാലത്ത് പോന്നു. ഇതിനിടെ എവിടെ പോവാനാ? കച്ചേരി ജോലിക്ക് പോവേം വേണം. തിരക്കോണ്ടാ. ആ ദാനിച്ചായം വന്നായിരുന്നു ഉപ്പാപ്പ. ഓ അവൻ്റെ കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ വരത്തും എഴുത്തും ഒക്കെ കണക്കാ. ഓർക്കാതെ കണ്ടിരിക്കുമ്പോൾ ഒരു വരവിങ്ങി വരും, അതേപോലെ അങ്ങ് പോവുകയും ചെയ്യും. ആ ഇന്നാളേ കാലായിലെ പൊന്നമ്മയുടെ ആമ്പർന്നാൻ പോയായിരുന്നു ബോംബേക്ക്. അപ്പം പറഞ്ഞ് കണ്ടെന്ന്. ആ മതി, ഇവരറിഞ്ഞാൽ മതി. നമുക്ക് എന്തോ ഇനാ തെങ്ങ് കുലച്ചാലേ അത് തെങ്ങിന് കൊള്ളാം. പിന്നല്ലയോ മണ്ണീപ്പാവാൻ. വള്ളം പോയേക്കുവാ, ഇനിയും വരണം. ആ ഇപ്പം വരും. അല്ല ഉപ്പാപ്പൻ ചായ കുടിച്ചോ? നമുക്കൊരേ ചായ കുടിച്ചാലോ? വന്നേ. ആ രണ്ട് ചായ കയറണേ. ആ രണ്ട് ചായ അടിച്ചേ. രണ്ട് അപ്പം ഇച്ചിരി പാലൊഴിച്ചിങ്ങ് കാട്ടെ. ആ ഇവിടെ വേണ്ട, അവിടെ. മേലാഴത്തും പോയില്ല. വലിയപ്പച്ചന് ദീനം കൂടുതലല്ലയോ? ഓ അപ്പം പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇറങ്ങി നടന്നിട്ടും പറ്റിയതാ. ആ പ്രായം 100 ആയില്ലയോ? ആ പിന്നെ അപ്പനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പറഞ്ഞാ കേട്ടില്ലേ, കേൾക്കുന്ന പോലെ പറയണം. തന്നിഷ്ടം കാണിച്ചാലും മക്കളെ നടക്കാത്ത അപ്പനെ ആ വിചാരം വേണം. അല്ലാതെ നാട് തണ്ടി വലിയാളായിട്ട് എന്താ വേണം? അല്ലടാവേ, നീ മാത്തുക്കുട്ടിയെ കാണുമ്പോൾ പറഞ്ഞാലും എനിക്കൊന്നുമില്ല. അവനെന്തുവാ എന്നെ വിഴുങ്ങിക്കളയുവോ? അല്ലേ, ഞാൻ പറഞ്ഞ കാര്യമില്ലയോ? രാജൻ വരുന്ന വിവരമല്ലോ ഉണ്ടോ? നിങ്ങൾ തമ്മിലല്ലോ കൂട്ടക്കാരി. എഴുത്തുണ്ടായിരുന്നു, വരണമെന്നുണ്ട്. പട്ടാളത്തിലെ പണിയല്ലയോ? അവരുടെ അല്ലയോ നിയമം. നമുക്കിഷ്ടത്തിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്നാലും നല്ല തൊഴിലല്ലയോ അവന്റെ പച്ചക്ക അവിടെ. അല്ലോ മാത്തുക്കുട്ടി എന്തോ എടുക്കും? അവൻ അയക്കുന്നേ പുറത്ത് നാട്ടുകാർക്ക് കൊണ്ട് കൊടുക്കുന്ന പണിയാ മാത്തുക്കുട്ടിക്ക്. ആ ഉപ്പാപ്പനെവിടെ ഇരി. എത്രയായി? രണ്ടപ്പം രണ്ട് ചായ ഒരു പാല് 8 ഉപ്പാപ്പ. കച്ചേരിപ്പണിക്ക് നല്ല ശമ്പളം കിട്ടുന്നാ പറയുന്നേ. അല്ല കാണാനുണ്ട് അതിന്റെ. ആ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നില്ലയോ?
ടീച്ചറെ, അല്ല ടീച്ചർ ഞാൻ വന്നയൊന്നും അറിഞ്ഞില്ലാന്ന് തോന്നുന്നു. എന്താ വല്ല സുഖമില്ലാഴികയുണ്ടോ? തലവേദനിക്കുന്നോ? ഏയ് ഒന്നുമില്ല. നെല്ല്, ഉം. ഞാൻ ശല്യപ്പെടുത്തിയെങ്കിൽ ക്ഷമിക്കണം. ഞാൻ പുറത്തോട്ട് പോവുക. ഒറ്റയ്ക്കിരിക്കണമെങ്കിൽ ഇരുന്നോളൂ. ഏയ് സാറിരിക്കണം. എനിക്ക് ഹെഡ് മാസ്റ്റർ ഒന്ന് കാണണം. എന്തിനാ? ഇന്ന് ഉച്ചയ്ക്ക് ഒരു ലീവ് വേണം. നാളെ ഒരു കാഷ്വൽ ലീവ് വേണം. എന്തു പറ്റി ടീച്ചർക്ക്? അല്ല, വല്ല കല്യാണാലോചനയും വന്നു കാണും അല്ലയോ? ആലോചന വരുന്നതിന് ഞാൻ ലീവ് എടുക്കുന്നത് എന്തിനാ? പെണ്ണ് കാണണ്ടേ? ചെറുക്കം വന്ന് പെണ്ണ് കണ്ടിട്ടല്ലയോ പിന്നെ ഇഷ്ടം പറയുന്നേ? എന്നിട്ടല്ലയോ പിന്നെ മനസ്സമ്മതവും കരക്കാരെ ബോധിപ്പിക്കലും ഒക്കെ? ഞാൻ പറഞ്ഞത് നാട്ടുനടപ്പാ. പിന്നെ ഈ നാട്ടുനടപ്പിലൊന്നും ഒരു കാര്യമില്ല ടീച്ചറെ. ഈ നാടകത്തിനൊക്കെ നിന്നതാ ഞാനും. കർത്താവ് ചേർത്ത് പിരിക്കാനും പാടില്ലാത്തതാ. കുഞ്ഞുങ്ങളെ തന്ന് കർത്താവ് ഞങ്ങളെ ചേർക്കാഞ്ഞുകൊണ്ട് രക്ഷയായി. ടീച്ചർ എന്തിനാ വിഷമിക്കുന്നത്? എൻ്റെ ദുഃഖം ഞാൻ തന്നെ പറഞ്ഞതല്ലേ. ദുഃഖങ്ങൾ അടുപ്പമുള്ളവരോട് പറയുമ്പോൾ മഞ്ഞുകട്ട പോലെ അലിഞ്ഞു പോകുന്ന പറയുന്നേ. അതാ ടീച്ചറെ ചങ്ങമ്പുഴ പറയുന്നത്, ഗാനത്തിൽ കാണുന്നതല്ല നാം കൺമുമ്പിൽ കാണും ഈ ലോകമെന്നോർമ്മ വേണം, അങ്ങൊട്ടു നോക്കുക കാനനപ്പച്ചകൾ തിങ്ങുന്ന ശൈലത്തിൻ ശൃംഗമൊന്നിൽ. സാർ ഇവിടെ നിന്ന് പാട്, ഞാൻ പോവാ. മാണിക്യ വീണയും മീട്ടിയിരിക്കുന്ന മാനസമോഹിനിയുണ്ടൊരുത്തി. എന്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു, ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. ആ ആ എന്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീലത്താമര എന്തോ പറ്റിയടി? നിന്റെ തുമ്പവരലെ കയറി എന്താ തേള് കുത്തിയോ?
അമ്മച്ചി നിന്നെ അപ്പുറത്തുനിന്ന് വിളിച്ച് കാറുന്ന കേട്ടില്ലയോ? ഇല്ല. അമ്മച്ചിയുടെ മരുന്നും തൈലം എടുത്ത് കൊടുത്തോ നീ? ഈ മുറിയുടെ ജനല് തുറക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ആ വയറ്റുകണ്ണി പൂച്ചയെ കടിച്ചു കൊല്ലാനെ കൊണ്ട് ഒരു കറുത്ത കുന്നം നടപ്പുണ്ട്. താരം കിട്ടിയ പത്തായപ്പരയ്ക്ക് വന്ന് കേറും. ആരോട് പറയാനാ? അയ്യോ എന്റെ അമ്മച്ചി! അയ്യോ ജോണിച്ചായനോ? ജോണിച്ചാനാ എന്താ? എന്റെ രക്ഷകനെ, ഞാൻ പേടിച്ചു പോയി. അയ്യേ, ഇത് കണ്ടോ? എന്റെ കയ്യെ മൊത്തം കരി കൊണ്ട് തേച്ചേക്കുന്നു. ദാണ്ട് ജോണിച്ചായ, കളി എടുക്കുന്നതിന് ഒരു പിടിപ്പ് വേണ്ടായോ? എന്റെ കർത്താവേ, ഇത് കണ്ടോ? അത് പിന്നല്ല, നീ അടുക്കള കയറി ഒരു പാത്രത്തിൽ നിന്നുള്ള കരി മേത്ത് പറ്റുമെന്ന് വിചാരിക്കണ്ട. കെട്ടിയ പെണ്ണല്ലോടി നീ. നിന്റെ മേത്ത് ഇങ്ങനെയാലും ഇച്ചിരി കരി പറ്റില്ലെങ്കിൽ പിന്നെ എന്തുവാ അല്ലേ? ആണ്ടേ അമ്മച്ചി, ജോണിച്ചായൻ എന്റെ കയ്യെ മൊത്തം സൈക്കിളെന്നുള്ള കാര്യം പറ്റിച്ച്. പിന്നെ അമ്മച്ചി വന്ന് എന്നെ മൂക്കി വലിച്ചു കയറ്റും. ഫസ്റ്റ് പെണ്ണിന്റെ ഒരു വെറുതെ കണ്ടില്ലയോ? കാലത്തെ കുളിച്ച് കേറിയാ ഞാൻ, എന്നിട്ട് ഇപ്പൊ ഇത് കണ്ടില്ലയോ? പൊന്നമ്മോ, നീ നിന്ന് ചിണുങ്ങാതെ എന്റെ കൈ തുടക്കാൻ ഇച്ചിരി ശീല തുണിയെടുത്തേ. കീലത്തുണി ഞാൻ തുണി എടുത്ത് തന്നേച്ച് കൈ തുടയ്ക്കും ജോണിച്ചായൻ. എന്നാലൊന്ന് കണ്ടേച്ചേ ഉള്ളൂ. എടീ ബുദ്ധൂസേ, എടീ നീ പണി പറ്റിക്കല്ലേ? എടീ ഇച്ചിരി തുണി എടുത്താടി. ഓ, ഇനി ആ ഉടുപ്പേലോട്ടങ്ങ് തുടച്ചോ. ഇനി ചീലത്തുണി എടുത്ത് തന്നേച്ച് മതി. എന്തോ ആടി പൊന്നമ്മോ അവിടെ? അല്ലേ ഇച്ചിരി നേരം വായടച്ചിരുന്നൂടായോടി നിനക്ക്? അതല്ലമ്മച്ചി, ഈ ജോണിച്ചായനെ എന്റെ മെക്കിട്ട് കയറിയാ. ഒന്ന് നില്ല്. അല്ലേ അങ്ങനെ അങ്ങ് പോയാലോ? കാലത്തെ ഇത്രയും പണിയൊപ്പിച്ചേച്ച് തെന്നി അങ്ങ് പോവാന്നു. ഇങ്ങി വന്നേന്ന്. നോയിക്കൊണ്ട് നിൽക്കാതെ ഇച്ചിരി വെള്ളം കയ്യിലോട്ട് ഒഴിച്ചേ. ഇച്ചിരി വെള്ളം കയ്യിലോട്ട് ഒഴിക്കാനല്ലയോ പറഞ്ഞേ? കൈ നീട്ടിക്കാട്ടെ. ഫസ്റ്റ് പള്ളിക്കൂടത്തിൽ വാദ്യന്മാര് പറയുന്ന കണക്കാന്നല്ലോ, കൈ നീട്ടിക്കാട്ടെ എന്ന്. ആട്ടെ, ഞാൻ എന്തോ പിഴ ചെയ്തിനാ കൈ നീട്ടണ്ടേ? കൈ നീട്ടിക്കൊണ്ടാട്ടെ. അമ്മച്ചിക്ക് മരുന്നും തൈലും എടുത്തു വെക്കണം. കൈ നീട്ടിക്കാട്ടെന്ന്. മുടിഞ്ഞ ചന്തമാ നിനക്ക്. എങ്ങോട്ട് തിരിഞ്ഞാലും പാത്രമാ. നിലത്ത് വീഴാൻ പാകത്തിന് വെച്ചേക്കുവാ. ഷെടാ, പെണ്ണിന് ഓർമ്മ വേറെ വല്ലോ ആയിരിക്കും. അല്ലേ ചെല്ലിനിട്ടെല്ലാം പാത്രം വെച്ച് മറന്നു പോകുവോ? പെണ്ണേ! ഓ, അല്ല നീ എവിടാടി? ഇതൊന്നും വേണ്ടായിരുന്നു. ദീന കൊച്ചിന്റെ പിടിവാശി കണ്ടില്ലയോ? 2-3 പഴമല്ലേ ഉള്ളൂ, അത് തിന്നാ എന്തോ വരാനാച്ചോ? ഒന്നും വരാനില്ല. എന്നാലും അതല്ലല്ലോ, ഒത്തിരി ചാപ്പാട് നല്ലതല്ലെന്നാ. അതാ ഉച്ചയ്ക്ക് ചാപ്പാട് ഊക്കോടെ ക്ഷീണമെന്നാ പ്രമാണം. എന്തുവാ? ചാപ്പാട് തിന്ന് ക്ഷീണിച്ചെന്നു?
അല്ലേ ചാപ്പാട് ക്ഷീണം മാറാനല്ലയോ? നല്ല പുന്നില്ലിന്റെ അവല എവിടുന്നാ കൊച്ചേ? ചെറിയനാട്ടൂന്ന് ഒരവലുകാരി വരുവച്ചോ, അവരുടെ കയ്യിൽ ആ അവരോട് അങ്ങോട്ട് കൂടൊന്ന് വരാൻ പറ. അവല് വലിയ ഗുരുത്വ, അതാ ഞാനിത് തിന്നാത്തെ. അവര് തിന്നാ ദഹിക്കാൻ 6 നാഴിക വേണമെന്ന. എന്തുവാ 6 നാഴി അവലോ? അല്ലച്ചോ, ഒരു പിടി അവല് ദഹിക്കാൻ 6 നാഴിക വേണമെന്ന്. ഓ ആന്നു ആന്നു. അല്ലേ കുഞ്ഞേനാച്ചൻ ഉറങ്ങിയോ? ഒന്ന് മയങ്ങിയല്ലയോ? എന്താവാ? അപ്പച്ചനൊന്ന് മയങ്ങിയല്ലയോന്ന്. മയങ്ങിയതല്ല, കുത്തശ്ശേരിയുടെ ലോനയുടെ കാര്യം പറഞ്ഞില്ലയോ അച്ഛൻ? അന്നേരം അത് ഓർത്തു പോയതാ. കുത്തശ്ശേരിയിലെ ലോനയോ? എന്തുവാ? അയാൾക്ക് ചന്തയെ നിലപാടായിരുന്നല്ലോ. അപ്പനുമായിട്ടൊരു തർക്കമുണ്ടായിരുന്നു അയാൾക്ക് പണ്ടാ. അപ്പം വിടുവോ, കണക്കിന് കൊടുത്തു. അപ്പച്ചൻ അങ്ങനെ ഉണ്ടച്ചോ, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പോവും. പഴയ കാലം ഓർക്കും ഇടയ്ക്കിടയ്ക്ക്. ഓ അല്ലേ കുഞ്ഞേനാച്ചൻ എന്തോനാ ഇപ്പൊ പഴയ കാര്യം ഓർക്കുന്നേ? സ്വസ്ഥമായിട്ട് കർത്താവിന് വിചാരിച്ചുകൊണ്ടിരിക്കണം. എല്ലാം കൂടായിട്ട് നല്ലൊരു ജീവിതമല്ലയോ പിന്നിട്ടേക്കുന്നേ? ഉള്ള കാലത്ത് അധ്വാനിച്ച് കുഞ്ഞുങ്ങൾക്ക് വീതം കൊടുക്കത്തക്കവണ്ണം മുതലുണ്ടാക്കി, വേദവിപരീതം ചെയ്തിട്ടില്ല. പിന്നെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു യുദ്ധമാ. യുദ്ധത്തിൽ തന്ത്രം വേണം, തന്ത്രമില്ലാതെ പറ്റത്തില്ല. ഈജിപ്തിൽ നിന്ന് വിട്ടു പോകുമ്പോൾ ഇസ്രയേലുകാരോട് കർത്താവ് അവരെ കൊള്ളയടിക്കാൻ പറഞ്ഞില്ലയോ? അവിടുത്തെ ജനത്തോട് അവിടുന്ന് ഉപദേശിച്ചല്ലയോ? അതാ, അതുകൊണ്ട് അതും ഇതും ആലോചിക്കുന്ന എന്തോ ഇനാ. ആലോചിച്ച് ദുഃഖിക്കരുത്. ദുഃഖിക്കാനുള്ളതല്ല ജീവിതം. കർത്താവിന് വിചാരിക്കേ, പഴയ വഴിയെല്ലാം അവൻ പുത്തനാക്കി തരും. അല്ലേ, അത് തന്നെ വേണ്ടേ. അതൊന്നും അറിയാത്ത ആളല്ല കുഞ്ഞാനാപ്പിള. കർത്താവ് തെരഞ്ഞെടുത്ത് നിയോഗിച്ച ആഹാബ് രാജാവ് എന്തുവാ ചെയ്തേ? കർത്താവ് മുടിക്കാനെ കൊണ്ട് തിരഞ്ഞെടുത്ത ജനവുമായിട്ട് ഉടമ്പടിക്ക് പോയി. എന്നാ അദ്ദേഹം ചണതലയിൽ കെട്ടി ചാക്കുമുടുത്ത് തലകുമ്പിട്ട് നടന്നപ്പോഴോ അവിടുന്ന് ക്ഷമിച്ചു. അവനുള്ള ശിക്ഷയിൽ ഇളവ് കൊടുത്തു. അതാ അവിടുത്തെ കൃപ. തൻ്റെ സകലതും നഷ്ടപ്പെട്ടിട്ടും ചാരത്തൊട്ടി ചൊറിയും തൊട്ടിരുന്നിട്ടും കർത്താവിനെ തള്ളിപ്പറയാത്ത യോബ് ദൈവനീതിക്കുള്ള സംശയത്തിന് മറുപടി പറഞ്ഞത്, കർത്താവിന് മുന്നിൽ ആർക്ക് നീതിമാനായിരിക്കാമെന്നല്ലയോ അച്ചോ? ആർക്ക് പറ്റുവച്ചോ? അതെ. പിന്നെ പുത്തൻ മഴയ്ക്ക് ഒലിച്ചു പോകുന്ന എറുമ്പിനെ കൂട്ടുള്ള മനുഷ്യര്, ഒരു പുളിയിലേക്കേറി ലോകം കാണുന്ന വെട്ടിച്ചാടിയപ്പോഴുള്ള നമ്മൾ ചെറിയ മനുഷ്യരല്ലയോ അച്ചോ?